ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ഈ സീസണിൽ പുതിയൊരു കോംബോയുടെ ഉദയമാണോ നമ്മൾ കാണുന്നത് എന്ന് നല്ല സംശയമുണ്ട് കേട്ടോ. കാരണം എല്ലാവരുടെയും പൊതുശത്രുക്കളായിട്ടുള്ള രണ്ടുപേര്, പലരും പറയുന്നത് അനീഷിന്റെ ഫീമെയിൽ വേർഷനാണ് ലക്ഷ്മി എന്നും ലക്ഷ്മിയുടെ മെയിൽ വേർഷനാണ് അനീഷ് എന്നുമാണ്. ഹൗസിനകത്ത് തന്നെ നടക്കുന്ന ഒരു ടോക്കാണിത്. അപ്പൊ അങ്ങനെയുള്ള രണ്ടുപേര് വളച്ചൊടുക്കക്കാരാണ്, പിന്നെ കള്ളന്മാരാണ്, ഉഡായ്പ് കാണിച്ച് തെറ്റിദ്ധരിപ്പിച്ച് പ്രേക്ഷകരെ പറ്റിക്കുന്ന രണ്ട് കണ്ടസ്റ്റൻസ് ആണെന്നൊക്കെ അവിടെ പലരും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഈ രണ്ടുപേര്, ഇവരിനി ഒരുമിച്ച് നിന്ന് കളിക്കാനായിട്ടുള്ള പരിപാടിയാണോ? ഇവർ ഒരു കൂട്ടുകെട്ടാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. കണ്ടു തന്നെ അറിയണം കേട്ടോ. കാരണം ജയിലിലിരുന്ന് ഇവര് ഭയങ്കരമായ രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഭയങ്കര ഫ്രണ്ട്ലി ടോക്സ് ആണ്. ലക്ഷ്മി അനീഷിന് ടിപ്സ് കൊടുക്കുന്നു, കാർബ് കട്ട് ചെയ്യണം, കാർബ് ഒക്കെ വെട്ടി കുറച്ചാൽ മാത്രമേ നല്ല ഒരു ഹെൽത്തി ഡയറ്റ് ഉണ്ടാവത്തുള്ളൂ, പിന്നെ ഷുഗർ കട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മിയുടെ വക വളരെ എന്താ പറയുക ഫ്രണ്ട്ലി ആയിട്ടുള്ള ടോക്സ്. ഇത്രയും ഫ്രണ്ട്ലി ആയിട്ട് ലക്ഷ്മി ഒരാളോട് സംസാരിക്കുന്നത് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. പിന്നെ ഇച്ചിരിയെങ്കിലും സാബുമാനോട് സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്, നെവിനോട് ഇത്തിരി സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇത് ഇവർ രണ്ടുപേരും അല്ലാതെ ഇപ്പൊ ആദ്യമായിട്ടാണ് കാണുന്നത്. അനീഷിന്റെ അടുത്തത് അനീഷിനെ ടാർഗറ്റ് ചെയ്ത് വന്ന കണ്ടസ്റ്റന്റ് ആണ് ലക്ഷ്മി. വൈൽഡ് കാർഡായിട്ട് ലക്ഷ്മി കയറിയപ്പോ അനീഷിനെയാണ് ടാർഗറ്റ് ചെയ്ത് വെച്ചിരുന്നത്. എന്നിട്ട് അനീഷിനോട് ഇപ്പൊ ഭയങ്കരമായ രീതിയിൽ ഫ്രണ്ട്ലി ആയിട്ട് അവിടെ കിടന്ന് ആ ജയിലിന്റെ ആ ഒരു ഏരിയയില് രണ്ടുപേരും ആ ഒരു അടുത്തടുത്ത് കിടന്നിട്ടാണ് സംസാരിക്കുന്നത്. ഇത് പിന്നെ ബാല്യകാലത്തെ പറ്റി സംസാരിക്കുന്നുണ്ട്, പിന്നെ അവരുടെ പല പല എക്സ്പീരിയൻസസ് കാര്യങ്ങള് എല്ലാം ഒരുപാട് ടോക്സ് ഉണ്ട്. ഡീപ്പ് ടോക്സ് ആണ് ഇവിടെ, ഡീപ്പ് കോൺവെർസേഷൻ ആണ്. അപ്പൊ ഷാനവാസ് അവിടെ ആ ഒരു ഗ്ലാസിന്റെ ഏരിയ ഉണ്ടല്ലോ, അവിടെ കൂടെ ഒന്നുകൊണ്ട് ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നുണ്ട്. സഹിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. സഹിക്ക വയ്യാഞ്ഞിട്ട് അവിടെ പോയിരുന്ന് പെങ്ങന്മാരൊക്കെ കൂട്ടി ഇക്കയും പെങ്ങന്മാരും കൂടെ ലൂഡോ പോലത്തെ എന്തോ ഒരു ഗെയിം കളിക്കുന്നുണ്ട്. ചിഞ്ചു മുഞ്ചു കുഞ്ചു അങ്ങനെ എന്തോ ഒരു ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു. അക്ബറൊക്കെ കൂടെ കൂടി അതിന്റെ ചാമ്പ്യൻഷിപ്പ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഗെയിമിനകത്ത് കൊണ്ടുപോയി ലൂഡോ പോലത്തെ ഒരു സാധനം ആരാണ് കൊടുത്തതെന്നുള്ളത് അറിയത്തില്ല. ഇവർക്കൊന്നും വേറെ ഒരു പണിയില്ല എന്നുള്ളതാണ് എനിക്ക് അറിയാൻ മേലാത്തത്. ഇവർക്കൊന്നും മാറിയിരുന്ന് രണ്ട് ഗോസിപ്പെങ്കിലും പറഞ്ഞൂടെ? ഒരു രീതിയിലുള്ള കോണ്ടന്റുകളും ഇല്ല കേട്ടോ. ഫുൾ ക്യാമറ ഫുൾ ജയിലിലേക്കാണ് ഫോക്കസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പല പ്രമുഖന്മാർക്കും വീഡിയോ ഇല്ല, കോണ്ടന്റ് ഇല്ല. ഹനീഷും ലക്ഷ്മിയും കൂടി ഇരുന്ന് സംസാരിക്കുന്നു, ഫ്രണ്ട്ലി ആയിട്ട് ഇടപഴകുന്നു, ഓരോ കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യുന്നു, ഹൗസിനകത്തും പുറത്തുമുള്ള കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്നു. അപ്പൊ പലർക്കും ഇത് ക്രിമിനടിയാണ്. ഹൗസിനകത്തും പുറത്തുമുള്ള പലർക്കും ഇത് ക്രിമിനടി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആരും വീഡിയോ ഒന്നും ചെയ്യുന്നില്ല. നമ്മളിത് കുറെ നേരമായിട്ട് ഇത് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് ഏത് രീതിയിൽ ഇത് എങ്ങനെ ഇതിനെ അവതരിപ്പിക്കും എന്നുള്ള ഒരു കാര്യമായിരുന്നു. അത് ഇപ്പൊ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഈ രീതിയിൽ രണ്ടുപേരും കൂടെ കടന്നങ്ങ് സംസാരിക്കുകയാണ്. ലക്ഷ്മീഷ് കോംബോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ പറയുന്നുണ്ട്. ആ കമന്റ് സെക്ഷനിൽ തന്നെ കാണുന്ന കാര്യങ്ങളാണ്, ലൈവിന്റെ കോമന്റ്സിൽ ലക്ഷ്മീഷ് കോംബോ എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഇതൊക്കെയാണ് ലൈവിനകത്ത് നടക്കുന്നത്. ഭയങ്കര ഡ്രൈ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവർ അവിടെ ആ ഒരു യെല്ലോ സോഫയുടെ ഏരിയയിൽ ഇരുന്നിട്ട് ലൂഡോ പോലത്തെ എന്തോ ചിഞ്ചു മുഞ്ചു കുഞ്ചു എന്നൊക്കെ പറഞ്ഞ് എന്തോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.